കേരളത്തിൽ ശക്തമായ വേരോട്ടമുള്ള സഹകരണ ബാങ്കുകൾ തകർക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നു എന്ന ആക്ഷേപം ദീർഘകാലമായിട്ടുള്ളതാണ്. കരുവന്നൂർ ബാങ്കിൽ ഉൾപ്പെടെ ED നടപടികൾ ഉണ്ടായപ്പോൾ CPM-ഉം സംസ്ഥാന സർക്കാരും പ്രതിരോധിച്ചത് ഇക്കാര്യം പറഞ്ഞാണ്. രാജ്യത്തുടനീളം എല്ലാ ജില്ലകളിലും ജില്ലാ സഹകരണ ബാങ്കുകൾ വേണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ. എന്നാൽ ഈ നിർദ്ദേശം കേരളത്തിൽ നടപ്പാക്കില്ല. നിലവിൽ ജില്ലാ സഹകരണ ബാങ്കുകളെ സംസ്ഥാന സഹകരണ ബാങ്കുകളിൽ ലയിപ്പിച്ചാണ് കേരള ബാങ്ക് രൂപീകരിച്ചത്. അതുകൊണ്ട് തന്നെ ജില്ലകളിൽ സഹകരണ ബാങ്കുകൾ രൂപീകരിക്കാനാകില്ലെന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. രാജ്യത്ത് സഹകരണ മേഖല അതത് സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിലാണ്. അതുകൊണ്ട് തന്നെ സഹകരണ ബാങ്കുകൾ വേണമോ വേണ്ടോ എന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാനുള്ള അധികാരവും സംസ്ഥാന സർക്കാരുകൾക്കാണുള്ളത്. ഇപ്പോഴത്തെ പുതിയ നിർദ്ദേശം കർശനമാക്കാൻ കേന്ദ്ര സർക്കാരിനും സാധിക്കില്ല. സഹകരണ മേഖല കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയെങ്കിൽ മാത്രമേ അത്തരം നിർദ്ദേശങ്ങളും ഉത്തരവുകളും നടപ്പാക്കാനാകൂ. നേരത്തെ സഹകരണ മേഖലയെ കേന്ദ്ര സർക്കാരിന് കീഴിലാക്കാൻ രണ്ടാം മോദി സർക്കാർ ബിൽ അവതരിപ്പിക്കാൻ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ അതിനെ ശക്തമായി എതിർത്തു. അതിന്റെ ഫലമായി ബിൽ അവതരിപ്പിക്കുന്നതിൽ നിന്നും കേന്ദ്രം പിന്മാറിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജില്ലാ സഹകരണ ബാങ്കുകൾ ഓരോ ജില്ലയിലും വേണമെന്ന് എല്ലാ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നബാർഡിനാണ് ഈ നിർദ്ദേശം കൈമാറിയത്. ദേശീയ സഹകരണ നയത്തിന്റെ ഭാഗമാക്കാൻ നയരൂപീകരണ സമിതിയാണ് ഈ ശുപാർശ മുന്നോട്ട് വെച്ചത്. മറ്റു പരിഗണനകളും നിയന്ത്രണങ്ങളും ഇല്ലാതെ പ്രാദേശിക തലത്തിൽ സഹകരണ സംഘങ്ങളിലൂടെ വായ്പാ വിതരണം ചെയ്യാൻ ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് കഴിയുമെന്നാണ് സമിതിയുടെ വിലയിരുത്തൽ. എല്ലാ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുന്ന ബാങ്ക് എന്ന രീതിയിൽ ജില്ലാ ബാങ്കുകൾ വേണമെന്നാണ് കേന്ദ്രം പറയുന്നത്. നിലവിൽ കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾക്കാണ്, അതായത് കേരളത്തിൽ പ്രാഥമിക സഹകരണ ബാങ്കുകൾക്കാണ് കൂടുതൽ സാമ്പത്തിക സഹായം ലഭിക്കുന്നത്. വായ്പേതര സംഘങ്ങളെല്ലാം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇത് മാറ്റാൻ ഈടില്ലാതെ തന്നെ എല്ലാ പ്രാഥമിക സംഘങ്ങൾക്കും 5 കോടി രൂപ വരെ ജില്ലാ ബാങ്കുകൾ വായ്പ നൽകുന്ന രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ മാറ്റാനാണ് നബാർഡിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ജില്ലാ ബാങ്കുകൾ ഇടത്തട്ട് മാത്രമാണെന്നും പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് ലഭിക്കുന്ന വായ്പയുടെ പലിശ നിരക്ക് ഉയർത്തുന്ന ഒരു ഘടകമാണെന്നതുൾപ്പെടെ വിലയിരുത്തുകയാണ് സംസ്ഥാനത്ത് കേരള ബാങ്ക് രൂപീകരിച്ചത്. സഹകരണ വായ്പാ മേഖലയെ ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു ഈ നീക്കത്തിന്റെ പിന്നിൽ. സംസ്ഥാന ജില്ലാ ബാങ്കുകളെ ഒന്നിപ്പിച്ച കേരളത്തിന്റെ മാതൃക പഠിക്കാൻ 8 സംസ്ഥാനങ്ങൾ കേരളത്തിലെത്തിയിരുന്നെങ്കിലും ഒരിടത്തും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ജില്ലാ സഹകരണ ബാങ്കുകളെ സഹകരണ ബാങ്കിൽ ലയിപ്പിച്ച് കേരള ബാങ്ക് രൂപീകരിച്ചത്. ഇതിനെതിരെ അന്ന് കടുത്ത പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. എന്നാൽ കേരള ബാങ്ക് രൂപീകരണവുമായി ഇടത് സർക്കാർ മുന്നോട്ട് പോയിരുന്നു. 2019 നവംബർ 21 കേരള ബാങ്ക് നിലവിൽ വന്നു. കേരളത്തിന്റെ മാതൃകയിൽ ജില്ലാ ബാങ്കുകളെ ഒഴിവാക്കാൻ ഉത്തർപ്രദേശ് അടക്കം 7 സംസ്ഥാനങ്ങൾ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ജില്ലാ ബാങ്കുകൾ ഇല്ലാതാകുന്നത് പ്രാഥമിക സഹകരണ മേഖലയെ ദോഷകരമായി ബാധിക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അവർ പിന്മാറി. ജാർഖണ്ഡും ജില്ലാ സഹകരണ ബാങ്കുകളെ സംസ്ഥാന സഹകരണ ബാങ്കിൽ ലയിപ്പിച്ചിരുന്നു. രാജ്യത്ത് ജില്ലാ സഹകരണ ബാങ്കുകളെ ഒഴിവാക്കി 3 തട്ടിലുള്ള വായ്പാ ഘടന നടപ്പാക്കുന്നത് ഗുണകരമാണോ എന്ന് നേരത്തെ പഠിക്കാൻ കേന്ദ്ര സർക്കാർ സമിതിയെ നിയോഗിച്ചിരുന്നു. നബാർഡ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നു ആ സമിതിയുടെ ചെയർമാൻ. റിസർവ് ബാങ്ക് സെൻട്രൽ ബോർഡ് ഡയറക്ടർ സതീഷ് മറാട്ടെ അംഗമായിരുന്നു സമിതിയിൽ. അദ്ദേഹം അംഗമായ സമിതിയുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് ജില്ലാ സഹകരണ ബാങ്കുകൾ രൂപീകരിക്കണമെന്ന് ഇപ്പോൾ നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. നബാർഡും റിസർവ് ബാങ്കുമായും കൂടിയാലോചനകൾ നടത്തി ജില്ലാ ബാങ്കുകൾ എല്ലാ ജില്ലയിലും ഉറപ്പാക്കണമെന്നായിരുന്നു അന്നത്തെ കേന്ദ്ര നിർദ്ദേശം. പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളെ, അതായത് കേരളത്തിലെ പ്രാഥമിക സഹകരണ ബാങ്കുകൾ, ഒരു പഞ്ചായത്തിലെ അടിസ്ഥാന സേവന കേന്ദ്രമാക്കി മാറ്റാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ആവശ്യത്തിന് വായ്പാ വിതരണം പ്രാദേശിക തലത്തിൽ ലഭ്യമാക്കാൻ ജില്ലാ സഹകരണ ബാങ്കുകൾക്കാണ് കഴിയുക എന്നാണ് സമിതിയുടെ ശുപാർശ. ഇതിനായി 2003 ദേശീയ സഹകരണ നയത്തിൽ മാറ്റം വരുത്താനും കേന്ദ്ര സർക്കാരിന് ലക്ഷ്യമുണ്ട്. കേരളത്തിലെ ജില്ലാ സഹകരണ ബാങ്കുകളെ സഹകരണ ബാങ്കിലേക്ക് ലയിപ്പിച്ചതോടെ പ്രാഥമിക സഹകരണ ബാങ്കുകളാണ് കേരള ബാങ്കിലെ അംഗങ്ങൾ. നേരത്തെ ഉണ്ടായിരുന്ന ജില്ലാ ബാങ്കുകളുടെ ആസ്തികളെല്ലാം
കേരള ബാങ്കിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇത് തിരിച്ചെടുക്കാനാവില്ല. കേന്ദ്ര നിർദ്ദേശം നടപ്പാക്കേണ്ടി വന്നാൽ പുതിയ ജില്ലാ ബാങ്കുകൾ സ്ഥാപിക്കുന്നതിന് പുതിയ മൂലധനവും അടിസ്ഥാന സൗകര്യവും കേരളം കണ്ടെത്തണം. കേരളത്തിലെ നിക്ഷേപത്തിന്റെ 76% പ്രാഥമിക സംഘങ്ങളിലേതാണ്. ഇത് ജില്ലാ ബാങ്കുകളിലേക്ക് മാറ്റേണ്ടി വരും. കേരള ബാങ്കിൽ പ്രാഥമിക ബാങ്കുകളുടെ ഓഹരി വിഹിതം 990 കോടിയാണ്. ഇതും ജില്ലാ ബാങ്കുകളിലേക്ക് മാറ്റേണ്ടി വരും. എന്നാൽ സഹകരണ മേഖല സംസ്ഥാന സർക്കാരുകളുടെ അധികാര പരിധിയിലാണെന്നും കേരളത്തിൽ ഇത്തരമൊരു നിർദ്ദേശം നടപ്പിലാക്കില്ലെന്നും കേരള ബാങ്ക് മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ KC സഹദേവൻ കലാകൗമുദിയോട് പറഞ്ഞു. അഥവാ ഇത് നടപ്പാക്കണമെങ്കിൽ സഹകരണ മേഖലയെ കേന്ദ്ര സർക്കാരിന്റെ പരിധിയിൽ കൊണ്ടുവരണം. അത്തരമൊരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി.